അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ രാവിലെ തന്നെയായിട്ട് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇനി ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ അതുമല്ല, പിന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ മനുഷ്യൻ എന്താ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ താഴത്തായിട്ട് വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് രാവിലെ തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മനുഷ്യടെ പോയി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ഇൻട്രോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഞാനൊരു 5:15 ആയപ്പോൾ എണീച്ചു. ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ മനുഷ്യടം പോയി. അതിനുശേഷം പിന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുണ്ട്. അതുമല്ല വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ എൻ്റെ ആങ്ങളെയും അതേപോലെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് നേരം വെളുക്കും, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ ഇതാക്കുന്ന വീടിൻ്റെ മുൻവശത്ത് തന്നെയായിട്ട് നമ്മൾ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ മഴപ്പാറ്റിലൊന്നും വലിയ തോതിൽ നമ്മൾ അകത്തേക്ക് കിടക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കടിക്ക് വേണ്ടിയിട്ടുള്ള പച്ചരിയും ദോശയ്ക്കിന് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇന്നലെ രാത്രി ബുൾസൈ അടിച്ച കോഴിമുട്ടത്തോടാട്ടോ. അപ്പോൾ ഇതാക്കുന്ന അതൊക്കെ ഇന്നലെ രാത്രി തന്നെ കഴുകി ഇങ്ങനെ കമഴ്ത്തി വെച്ചായിരുന്നു കേട്ടോ. അതാട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള കോഴിമുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാക്കുന്ന ഇതും ഇതേപോലത്തെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കഴുകി ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലോ കവറിലോ ആക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൽ ഒരു സൈസ് പുഴു വരും. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറീൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, നമ്മളെ ഉള്ളിയും തക്കാളിയും അതേപോലെ കായ് പെരി ആയിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റ് ആട്ടോ നമ്മുടെ. അപ്പോൾ അതേപോലെ വേസ്റ്റൊക്കെ ഇനി എന്ത് നമ്മുടെ ഒരു കറിയൊക്കെ താളിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ വേസ്റ്റ് ഒന്നും കളയാറില്ല കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് രാവിലെ തന്നെ വേഗം ഭക്ഷണമൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാക്കുന്ന അരിയൊക്കെ ഇട്ട് ഇനി നമുക്ക് ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പാതി പണി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചോറിട്ടാ കേട്ടോ. ആരും എണീച്ചില്ല, മനുഷ്യടം പോയി, പിന്നെ ഞാനുള്ളത്. പിന്നെ കുട്ടികളൊക്കെ നല്ല ഉറക്കാട്ടോ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് അലക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ട് വേണം അലക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മഴയായിട്ട് രാവിലെ തന്നെ അറിയാലോ, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചോറ് അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അത് പിന്നെ വെന്ത് വരുമ്പോഴേക്ക് നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിയും. പിന്നെ നമ്മുടെ രാവിലത്തെ കടിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ അതൊക്കെ നല്ല വെണ്ണീരാട്ടോ, നല്ല വെണ്ണീരാണ്. അപ്പോൾ ഇതേപോലെ അടുപ്പിൽ നിന്നൊക്കെ കോരുന്ന വെണ്ണീര് നമ്മുടെ കോഴിക്കൂടിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ വെണ്ണീരാണ് അധികം ഇവിടെ ഇട്ട് കൊടുക്കാറ്. വെയിറ്റ് ആൻഡ് സീ കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടൊന്നും പറഞ്ഞില്ല. വെയിറ്റ് ആൻഡ് സീ കുട്ടികളെ, ഞങ്ങളിതാ TV കണ്ടോണ്ട് ചായ കുടിക്കാട്ടോ. അപ്പൊ ഈ ഒരു കോലം ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല, രാവിലെ തന്നെ ചായ കുടിക്കുക. മുടിയൊന്നും ചിരി കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴേ രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചാൽ, പക്ഷെ ഇവരിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും നേരം വൈകിട്ട് എണീച്ച്. പിന്നെ കഴിഞ്ഞ സൺഡേ വ്ളോഗ് ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച അല്ലേ, അതിന്റെ മുമ്പത്തെ ഒരു സൺഡേ വ്ളോഗിൽ നമ്മളെ ടിങ്കൂസ് ആണ് ഇട്ടത്. ഇത് ടിങ്കൂസ് ആണ്, നമ്മളെ എന്റെ നാത്തൂനാണ്, ആങ്ങളുടെ വൈഫാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ, പിന്നെതാ വാവാച്ചിനെ കാണുന്നില്ല. ഹായ് പറ, പിന്നെ ഇത് നമ്മളെ മുത്തുമോള്, ഇത് ചിക്കൂട്ടി. ആരെയും നമ്മുടെ വീഡിയോയിൽ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടൊന്നും പറഞ്ഞില്ല, ഇനിയുണ്ടല്ലേ. അപ്പൊ രാവിലെ തന്നെ വേം പണിയൊക്കെ. ഇന്ന് ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷപ്പെട്ട ദിവസം കൂടി ആയിട്ടത്. ഒന്നുമില്ല, നമ്മളെ ഹോം ഡെക്കറേഷൻ ആണ് ഇന്ന്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ വാടകയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പെയിന്റ് ഒക്കെ അടിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ കുറെ വന്നപ്പോ പെയിന്റ് അടിച്ചാട്ടോ. വന്നപ്പോ ഇന്ന് രാവിലെ തന്നെ നല്ല ദോശയും നല്ല കടലക്കറിയും കേട്ടോ, അടിപൊളി ടേസ്റ്റ്. കഴിക്കട്ടെ, ഇനി കഴിക്കുന്ന കൂടി കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് ചക്കര ദോശ ഒന്ന് മറിച്ചിടാൻ പോയി, അതാട്ടോ. അപ്പൊ ഇതാക്കുന്ന ഇന്ന് നമ്മള് ചെറിയൊരു സൺഡേ വ്ലോഗാണ്. അപ്പൊ എല്ലാവരും വിശേഷങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ ഇതാക്കുന്ന
അപ്പോൾ എന്തായാലും ഇനി നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. ഇനി മുമ്പ് കുറഞ്ഞൊരു സമയം വരെ നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാം. നമ്മളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളെ പെയിന്റ് അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സാധനമൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആങ്ങളെയും വൈഫും പിന്നെ കുട്ടികളും. അപ്പൊ അവർ ഇന്നലെ വന്നതാട്ടോ. അപ്പൊ പെയിന്റ് അടിക്കാനായിട്ട് വന്നതാട്ടോ. അപ്പൊ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഇല്ല. എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയോണ്ട് ഒരു നീല ഷീറ്റാട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ ചുമരുമ്പിലേക്ക് തട്ടുമ്പം ഒരു ഇരുണ്ടട് നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ നമ്മള് നല്ല മഴയല്ലേ, അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് മഴ പാറ്റിൽ കൊള്ളാതിരിക്കാണ്ട് നമ്മുടെ മിറ്റം നന്നായിട്ട് കവർ ചെയ്തുകൊണ്ടാട്ടോ. അപ്പൊ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഫ്രണ്ടിലോട്ട് നല്ല ഇതുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാട്ടോ പോണത്. നമ്മളവിടെ കട്ടിലൊക്കെ ചരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഇതാട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു വീടിന്റെ ബേക്ക് വശത്ത് മഴേന്റെ ഒരു നല്ലതായിട്ട് മഴ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഈർപ്പാട്ടോ നമ്മുടെ ചുമരുമ്മല് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ വന്ന ഒരു സമയത്താട്ടോ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട് നമ്മൾ വരുമ്പോഴേ വലിയ ഇതൊന്നുമില്ല, എന്നാലും നമ്മൾ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പെയിന്റ് അടിച്ചൊക്കെ നമ്മൾ റെഡിയാക്കിയായിരുന്നു. ഇപ്പൊ വീട് പിന്നെ നാഗ അലങ്കോലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഇത് നമ്മൾ എടുക്കാത്ത പാത്രം കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രം നമ്മൾ അടുക്കള ഉണ്ടെങ്കിൽ നമ്മൾ പണിതില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കാത്ത പാത്രങ്ങൾ കുറച്ച് ഇതേപോലെ ഒരു പെട്ടിയിലിട്ട് വെച്ചിരിക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളൊരു റൂം. പിന്നെ ഇവിടെ നമ്മളെ കുട്ടികൾ കിടക്കുന്ന കേട്ടോ. പിന്നെ ഈ റൂമൊക്കെ ആകെ അലങ്കോല. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പെയിന്റ് അടിക്കാന്നൊക്കെ പറയുമ്പോൾ. അവർക്ക് വീടൊക്കെ പെയിന്റ് അടിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. അതുകൊണ്ട് അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചുകൊണ്ട് തന്നെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ഇതാണ് അവരെ ബെഡ്റൂം. പിന്നെ നേരെ നമ്മൾ ഡൈനിങ് ഹാളിന് നമ്മുടെ ചെറിയ അടുക്കളയിലേക്കാട്ടോ പോണത്. അപ്പൊ ഇതാട്ടോ നമ്മുടെ കുഞ്ഞടുക്കള. അപ്പോൾ വലിയ സൗകര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഇതേപോലത്തെ വീഡിയോസും നമ്മൾ ഇതുവരെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉള്ളത് കൊണ്ടാട്ടോ നമ്മളിത് അതേപോലത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ നമ്മളെ കുഞ്ഞടുക്കളയാണ്. അതുമല്ല നമ്മളെ ഇതേപോലെ ബോട്ടിലൊന്നും വെക്കാനുള്ള തട്ടുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതേപോലെ 2 ലെയറായിട്ട് 2 പലക, നല്ല വീതിയുള്ള പലക വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു തട്ട് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ അടുക്കള നമ്മളെ നമ്മുടെ ഫ്രിഡ്ജ് ഡൈനിങ് ഹാളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാട്ടോ. കട്ടിൽ അവിടെ വെച്ചപ്പോൾ തീരെ സ്ഥലമില്ലാതായി. അപ്പൊ സൗകര്യങ്ങളൊക്കെ പറ്റ കുറവാണെന്നാലും നമ്മുടെ കുഞ്ഞു ഫാമിലിക്ക് ഈ ഒരു ചെറിയ വീട് തന്നെ ധാരാളാട്ടോ. നമ്മൾ ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാന്ന് പറയും പോലെ നമുക്ക് ഈ ഒരു വീട് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മളെ വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല, പണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു അടുക്കള. ഈ നേരെ നമ്മൾ ഇതാക്കുന്ന ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ ഈ ഒരു 2 റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു ചെറിയൊരു അടുക്കളയും ബാത്റൂമും ഒക്കെ ആയിട്ടാട്ടോ ഈ ഒരു വീടുള്ളത്. അപ്പൊ ഇതാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിന്റെ മുമ്പ് നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച ഒരു ഹോം ടൂർ പോലെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുള്ള, അതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യാൻ. ഇപ്പൊ എന്തായാലും കുറച്ച് പേരെങ്കിലും ഡേ മൈ ലൈഫ് ഒക്കെ ചെയ്യാന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മളെ പെയിന്റിങ്ങിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് കുറച്ചടിക്കാന്ന്. അപ്പൊ ഇനി നാളെ ക്ലാസ്സും കാര്യങ്ങളും. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്നിനും സമയമല്ല കേട്ടോ. അപ്പൊ അവിടുന്ന് വെളിച്ചം കൊണ്ടടിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ക്യാമറ ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഇന്ന് നന്നായിട്ട് വെയിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നും മഴയായിരുന്നല്ലോ. ഇന്ന് നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട്, തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പെയിന്റിങ്ങിന്റെ പണിയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു വീഡിയോ ഇടാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കൂടുതൽ നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.